ഹലോ വേൾഡ് ചാനലിന്റെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കുടുംബമൊക്കെ അണുകുടുംബം എന്നറിയപ്പെടുന്നത്. അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും, ചിലപ്പോൾ അത് കൂടുതൽ കാണും. എങ്കിലും കുടുംബം വളരെ ചെറുതാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകും, കുഞ്ഞുങ്ങൾ അതുപോലെ സ്കൂളുകൾ ഒക്കെ വിട്ടു കഴിഞ്ഞിട്ട് തിരിച്ച് തനിയെ തന്നെ വീട്ടിൽ വരും, വീട്ടിലിരിക്കും. ഇതാ ഇന്നത്തെ കുടുംബത്തിന്റെ അവസ്ഥ. എന്നാൽ നമ്മളുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ 5, 6, 7, 8 ഒക്കെയാണ് കുടുംബങ്ങൾ ഉള്ളത്, എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ അംഗങ്ങളുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സ്നേഹം ഉണ്ടായിരിക്കും. ജ്യേഷ്ഠനും അനിയനും സഹോദരനും സഹോദരിയും അതുപോലെ തന്നെ അവരുടെ ഇടയിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചർച്ച ചെയ്യാനും പരസ്പരം അതിനെപ്പറ്റി സംസാരിക്കാനും അത് പരിഹാരം കാണാനും ഒക്കെ അന്നൊരു കഴിവുണ്ട്. അതിനകത്തൊന്നും അച്ഛനും അമ്മയും ചിലപ്പോൾ ഇടപെടേണ്ട പോലും വരത്തില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ കുടുംബം സത്യം പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കുടുംബത്തിനെ പറ്റി ഓർക്കുമ്പോൾ വളരെ സങ്കടവും തോന്നും. കാരണം വീട്ടിലാരും ഇല്ലാത്തപ്പോൾ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണിലും ഒക്കെ ഇരുന്ന് സമയം കളഞ്ഞ് അവരുടെ മാനസികാവസ്ഥയൊക്കെ മറ്റു രീതികളിലേക്ക് ആയി മാറുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം, കുടുംബത്തിൽ പൊതുവെ സ്നേഹക്കുറവും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു കഴിവില്ലായ്മയും നേരെ നിൽക്കാൻ ഒരു കഴിവില്ലായ്മയും ഒക്കെ ഉണ്ടാകും. ഒരു വ്യക്തി പറഞ്ഞ ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഉള്ള കുട്ടികളുടെയൊക്കെ തല താഴ്ന്നായിരിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാരുടെ തല പൊങ്ങിയാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എപ്പോഴും ഈ മൊബൈൽ ഫോണിൽ നോക്കി അവരുടെ പിടലി ആ രീതിയിലേക്കായി മാറി. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അത് പരിഹരിക്കാനും സ്വന്തമായി അതിനൊരു പരിഹാരം കാണാനും ഒന്നും ഒരു കഴിവില്ലായ്മ ഇന്നത്തെ കുഞ്ഞുങ്ങളിലേക്ക് മാറി വരികയാണ്. അതല്ലേ, ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ അവർക്ക് കഴിവില്ലായ്ക, ഒരു വിഷയം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു പ്രവണത, ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളിലേക്ക് കയറി വരുന്നത്. അതുപോലെ തന്നെ വിഷാദം, അതുപോലുള്ള പല അസുഖങ്ങളും ആ കുഞ്ഞുങ്ങളിലേക്ക് വരിക. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയുന്നില്ല. അവർ ജോലിയുടെ തിരക്കിലാണ്. കാരണം ഇവരെ പഠിപ്പിക്കണം, ഇവരെ ഉന്നത നിലയിൽ എത്തിക്കണം, ഇതിനുള്ള ഒരു തത്രപ്പാടിലാ ഇന്നത്തെ കുടുംബം. അപ്പൊ അതിൻ്റെ പരിണത ഫലം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങള് സ്വന്തമായി അവരൊരു കഴിവ് ആർജിക്കാൻ പറ്റാതെ വരിക. അത് ആരുടെയും കുറ്റമല്ല, ഇന്നത്തെ കുടുംബത്തിന്റെ അവസ്ഥയുടെ തന്നെയാണ്. അപ്പൊ ഈ കുടുംബത്തിന്റെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുമ്പോഴും നീക്കി വെക്കുമ്പോഴും കുഞ്ഞുങ്ങളത് എങ്ങനെ വിനിയോഗിക്കുന്നു, അതിനെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ കാണുന്നത് എന്ന ഒരറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ബാല്യകാലങ്ങളിൽ നമ്മൾക്കുണ്ടായ വിഷയങ്ങൾ, ആഹാരം കഴിക്കാനില്ലാതെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പഠിക്കുവാനുള്ള വിഷയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ അതിനൊരു കുറവും വരുത്തരുത്. അവർക്ക് സമയത്തിന് ആഹാരം കൊടുക്കണം, അവർക്ക് സമയത്തിന് വിദ്യാഭ്യാസം കൊടുക്കണം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടത്തണം എന്നൊരു തോന്നൽ നമുക്കുള്ളിലുള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ കൂടെ അത് മറച്ചു വെക്കുവാനും, അവർക്കൊരു തെറ്റുണ്ടാകുമ്പോൾ അതിനെ മറച്ചു വെച്ചിട്ട് അതിന് വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത അവർക്കുണ്ടാകുന്ന ഒരു രീതിയാണ് ഇന്നത്തെ സംസ്കാരത്തിലുള്ളത്. അതുപോലെ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ കുറ്റം ചെയ്യാനുള്ള പ്രവണത അവർക്ക് കൂടും. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാനുള്ള പ്രവണതകൾ കൂടും. ഇതൊക്കെ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ക്ലീൻ വാച്ച് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും അവരെന്തിനാണ് വിനിയോഗിക്കുന്നതെന്നും നമ്മൾ കൊടുക്കുന്ന രൂപയ്ക്ക് ഉള്ള സാഹചര്യങ്ങളാണോ അവരെ ഉണ്ടാക്കുന്നതെന്നും എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം. സ്കൂളിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗുകൾ നമ്മൾ പരിശോധിക്കണം, അവരുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ പരിശോധിക്കണം, അവരുടെ മൊബൈൽ ഫോൺ നമ്മൾ പരിശോധിക്കണം, അവരാരുമായിട്ടാണ് സംസർഗം ചെയ്യുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കാൻ ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ അത് നോക്കും. ഇന്ന് അത് നോക്കാനൊന്നും ആരുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ആ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യുന്നത്, എന്താണ് ഇനിയും ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടായിരിക്കണം. ജോലിയിലൊക്കെ നമ്മൾ ക്ഷീണിതരാണ്,
പക്ഷെ എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രത്യേകിച്ചും ടീനേജിലുള്ള കുഞ്ഞുങ്ങള്, അവര് വഴിതെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അതുപോലെ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആകാൻ വളരെ എളുപ്പമാണ്. അതും ഇന്നത്തെ സാഹചര്യങ്ങളുള്ള. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലീൻ വാച്ചോടെ വേണം ഇന്നത്തെ ജീവിതം നമുക്ക് മുമ്പോട്ട് പോകാൻ. അതിനുവേണ്ടിയുള്ള എല്ലാ കഴിവും നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ തോന്നില്ല. എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് ജോലിക്ക് പോകുവാനും കുഞ്ഞുങ്ങളെ നോക്കുവാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനും എല്ലാം കഴിവ് നമുക്ക് വീണ്ടും മണിക്കൂറുകൾ നമ്മുടെ ഇടയിൽ ബാക്കിയാണ്. നമുക്ക് സുഖമായി ഉറങ്ങാനുള്ള സമയമുണ്ട്, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പക്ഷെ ഈ സമയത്തിനെ നമ്മൾ പരിമിതപ്പെടുത്തി കൃത്യമായ ചിട്ടയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാനും എല്ലാ കാര്യങ്ങളും ശ്രദ്ധയെടുത്തുവാനും ഉള്ള ഒരു കഴിവ് നമുക്കുണ്ടാകും. സോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ജീവിതത്തിൽ ഉന്നതമായിട്ട് മാറട്ടെ. കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിലും മറ്റുള്ള സമൂഹത്തിലും ഒക്കെ ഉന്നത ശ്രേഷ്ഠരായിട്ട് മാറട്ടെ. അതിനുവേണ്ടി നമ്മളും അവരുടെ കൂടെ നിൽക്കണം. So, have a nice day. Thank you very much.